الحمد لله الواحد القهار الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. أولئك عليهم صلوات من ربهم ورحمة أولئك هم المفلحون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. എത്രയും സ്നേഹ ആദരവുകൾ നിറഞ്ഞ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുവാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. സർവ്വനാഥനായ അല്ലാഹു നമ്മിൽ നിന്ന് ഈ നിമിഷം വരെ വന്നുപോയ മുഴുവൻ പാപങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമുക്കും ബന്ധപ്പെട്ടവർക്കുമുള്ള മുഴുവൻ അസുഖങ്ങളും പൂർണ്ണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു വിശാലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജയിലുകളിലും മറ്റും കഴിയുന്ന പ്രയാസമനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മള് കഴിഞ്ഞ ആഴ്ചകളിൽ വിവാഹവും അത് സംബന്ധമായ വിഷയങ്ങളുമാണ് ചർച്ച ചെയ്ത് വന്നിരുന്നത്. അതിനിടയിൽ നമ്മുടെ ഒരു പതിവനുസരിച്ച് ആനുകാലികമായി നമ്മുടെ നാടുകളിൽ നടക്കുന്ന വിഷയങ്ങൾ കൂടി ചേർത്ത് പറയാറുണ്ടല്ലോ. ഇപ്പോ നമ്മുടെ രാജ്യത്ത് അതിഭീകരമായ നിലയില് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും എതിരിലുള്ള തെറ്റായ പ്രവണതകള് അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്രമങ്ങളും അനാവശ്യമായ ഒറ്റപ്പെടുത്തലുകളും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഇസ്ലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത സരണി ഇതൊക്കെ കൈമുതലാക്കിയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളവരാണ്. പരിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിയുടെ ഭൗതികമായ ജീവിതത്തെ അനാവരണം ചെയ്തുകൊണ്ട് പരീക്ഷിക്കപ്പെടുമെന്ന് വിവിധ ഇടങ്ങളിൽ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ രീതിയിൽ പറഞ്ഞു എന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രം നമുക്ക് മുന്നിൽ വെളിവാക്കി തരുന്നത് ഒരു യഥാർത്ഥ വിശ്വാസി പരീക്ഷണങ്ങളിലൂടെയാണ് വിജയത്തിലേക്ക് എത്തുന്നത് എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് പ്രവാചകന്മാരായി വന്ന മുഴുവൻ പ്രവാചകന്മാരും തങ്ങളുടെ സമുദായത്താൽ പരീക്ഷിക്കപ്പെട്ടിരുന്നു എന്ന് ചരിത്രങ്ങളിലും ഖുർആനിലും നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ
ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ പോകുന്ന സരണി സിറാത്തുൽ മുസ്തഖീമാണ്, ശരിയായതാണ് എന്ന് ബോധ്യപ്പെടാൻ ആ ജീവിതത്തിൽ അല്ലറ ചില്ലറ പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴാണ് ആ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യമാകുന്നത്. സുഖ സൗകര്യങ്ങളുടെയും അധികാരങ്ങളുടെയും സമ്പത്തിന്റെയും ശീതള ഛായയില് ജീവിച്ച് ഒരു പോറലും ഏൽക്കാതെ സ്വർഗത്തിലേക്ക് കടക്കാമെന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അം ഹസിബ്തും അം തദ്ഖുലുൽ ജന്നത ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും അം ഹസിബ്തും, നിങ്ങൾ ഭാവിച്ചിരിക്കുകയാണോ, നിങ്ങൾ ആഗ്രഹിക്കുകയാണോ അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നു കളയാമെന്ന്. ഫലമ്മാ യഅതികും, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് വരെ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വരെ, മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമൂഹത്തിലെ വിശ്വാസികൾ അനുഭവിച്ച അനുഭവങ്ങൾ അനുഭവിക്കാതെ സ്വർഗത്തിലേക്ക് കടക്കാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണോ? ആ സമുദായത്തെ പിടികൂടിയിരുന്നു പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളും, അവർക്ക് അവരുടെ മാർഗത്തിൽ വിറകൽ സംഭവിച്ചു, അവർ വിറപ്പിക്കപ്പെട്ടു. ആ കാലഘട്ടത്തിലെ പ്രവാചകന്മാർ ചോദിച്ചു, ആ പ്രവാചകന്മാരോടൊപ്പം ഉണ്ടായിരുന്ന വിശ്വാസികൾ ചോദിച്ചു, എപ്പോഴാണ് അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കുന്നത് എന്ന് ചോദിക്കുവാനുള്ള പ്രയാസ പ്രതിസന്ധികൾ, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, ബലാഹുകൾ അവർ അഭിമുഖീകരിക്കേണ്ടി വന്നു. അല്ലാഹു അവരോട് പറഞ്ഞു, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, ഈ മാർഗത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ, പ്രതിസന്ധികൾ നേരിടുമ്പോൾ നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളുക, അള്ളാഹുവിന്റെ ആ സഹായമുണ്ടല്ലോ, അത് വളരെ സമീപസ്ഥമാണ്. ഓരോ പ്രവാചകന്മാരെയും അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. ആ സഹായം അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഓരോ വിശ്വാസ സമൂഹത്തിനും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിൽ സംശയിക്കേണ്ടതില്ല. ഈ ഖുർആനിന്റെ വ്യാഖ്യാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും അഭിമുഖീകരിച്ച ഒരു സംഭവം ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, പ്രവാചകരെ, ഞങ്ങളിൽ നിന്ന് വിശ്വസിച്ച ആളുകളെ ക്രൂരമായി മർദ്ദിക്കുന്നത് താങ്കൾ കണ്ടില്ലേ? ബിലാലിനെയും അമ്മാറിനെയും യാസറിനെയും ചുട്ടുപഴുത്ത മണലുകളിലിട്ട് ക്രൂരമായി പീഡിപ്പിക്കുന്നത് തങ്ങൾ കണ്ടില്ലേ? എപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾക്ക് സഹായം ഉണ്ടാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഹബ്ബാബെ, ധൃതി കൂട്ടരുത്, ധൃതി കൂട്ടാൻ പാടില്ല. നിങ്ങൾക്ക് മുമ്പ് ഇതുപോലെ വിശ്വസിച്ച സമൂഹങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരിൽ അന്നുള്ള കിരാതന്മാരായ രാജാക്കന്മാരിൽ ഒരാൾ വിശ്വാസിയായ ഒരാളെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരോട് ചോദിക്കും, നീ രാജാവാകുന്ന ദൈവത്തെയാണോ അംഗീകരിക്കുന്നത്, അതല്ല ലാ ഇലാഹ ഇല്ലല്ലാഹയാണോ അംഗീകരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ തന്റെ ഇടത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഉച്ചന്തലയിലേക്ക് ഈർച്ചവാള് വെക്കും. എന്നിട്ട് അവനെ രണ്ടായി പിളർത്തി കൊന്നുകളഞ്ഞ രാജാക്കന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് ഹബ്ബാബേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തുകയാണ്. മറ്റൊരു രാജാവിന്റെ കിരാതമായ പ്രവർത്തനം പറഞ്ഞു തരുന്നു. ഇതുപോലെ തന്നെ
ജനമധ്യത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് രാജാവിനെയും പരിവാരങ്ങളെയും ഈ ഭൗതിക സുഖ സൗകര്യങ്ങളെയും തെരഞ്ഞെടുക്കാൻ പറയുമ്പോൾ, ഇല്ല, ഞാൻ പ്രവാചകനെയും ആ കാലഘട്ടത്തിലെ പ്രവാചകനെയും അള്ളാഹുവിനെയുമാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തിലേക്ക് മുള്ളുകൾ കൊണ്ടുള്ള ഇരുമ്പിന്റെ ചീർപ്പുകൾ കുത്തിയിറക്കിയിട്ട് ശരീരത്തിൽ നിന്ന് അവന്റെ മാംസം എല്ലിൽ നിന്ന് വാർന്നെടുത്തിട്ട് അവനെ കൊന്നുകളഞ്ഞ രാജാക്കന്മാരുണ്ടായിരുന്നു ഹബ്ബാബെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു രാജാവോ, ആ രാജാവ് വലിയ തീക്കുണ്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ തീക്കുണ്ടങ്ങളിലേക്ക് ഓരോ വിശ്വാസിയെയും വലിച്ചെറിയുമായിരുന്നു. ആ ഹദീസിന്റെ അവസാനത്തിൽ നമുക്ക് കാണാം, ഇങ്ങനെ വിശ്വാസികളെ നിരത്തി നിർത്തിയിട്ട് വിശ്വാസിയെയും അവിശ്വാസിയെയും വേർതിരിച്ച് വിശ്വാസികളെ തീക്കുണ്ടത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന രാജാവ്, ഓരോ വിശ്വാസിയും തന്റെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ആത്മഹൂതി ചെയ്യപ്പെടുമ്പോൾ, കൊല ചെയ്യപ്പെടുമ്പോൾ അവസാനമായി ഒരു കൈക്കുഞ്ഞുമായി ഒരു സ്ത്രീ വരികയാണ്. ആ സ്ത്രീ ആ കിടങ്ങിന്റെ മുന്നിൽ വന്നിട്ട് അല്പം ശങ്കിച്ചു, അല്ലാഹുവേ, എന്റെ വിശ്വാസം എന്റെ കുഞ്ഞ് എന്നാണ്. ഞാൻ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഈ തീക്കുണ്ടത്തിന് സാധിക്കുകയില്ല എന്നെ വ്യതിചലിപ്പിക്കുവാൻ. പക്ഷേ ഞാൻ ചാടിയാൽ എന്റെ കുഞ്ഞോ എന്ന ഒരു ചോദ്യം ഉണ്ടാകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ കുഞ്ഞുമ്മയോട് പറഞ്ഞു, യാ ഉമ്മി അൻതി ഫിൽ ഹഖ്, ചാടിക്കോടി ഉമ്മ, ഉമ്മ ഹക്കിന്റെ മേലാണ് എന്ന് പറയുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്നിട്ട് സഹാബാക്കൾക്ക് ഓതി കൊടുത്തു, ഖുതില അസ്ഹാബുൽ ഉഹ്ദൂദ് അന്നാരി ദാതിൽ വഖൂദ് ഇദ് ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ് വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾ ഓതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്, ഖുതില അസ്ഹാബുൽ ഉഹ്ദൂദ്, ഈ തീക്കുണ്ടം ഉണ്ടാക്കിയ രാജാവിന്റെയും കിങ്കരന്മാരുടെയും മേൽ അല്ലാഹു ശാപം വിതച്ചിരിക്കുന്നു, അവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഖുതില അസ്ഹാബുൽ ഉഹ്ദൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ്. ആ രാജാവും പരിവാരങ്ങളും അവിശ്വാസികളുമായ ആളുകൾ ആ തീക്കുണ്ടത്തിന് ചുറ്റും ഇരിപ്പുണ്ടായിരുന്നു. ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. എന്തിനാണ് ഗാലറികളെ പോലെ ഈ തീക്കുണ്ടത്തിന് മുന്നിൽ ഇങ്ങനെ ചുറ്റും ഇരിക്കുന്നത്? വിശ്വാസികളായ ആളുകളെ, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത ആളുകളെ തീക്കുണ്ടത്തിലേക്കിട്ട് അവർ വേദന കൊണ്ട് പുളയുമ്പോൾ അത് കണ്ട് അട്ടഹസിച്ച് കൈകൊണ്ട് ചിരിക്കാൻ ശുഹൂദ്, അവർ സാക്ഷികളായിരുന്നു. അങ്ങനെയുള്ള തീക്കുണ്ടത്തിന്റെ ആളുകളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ് വമാ നഖമൂ മിൻഹും. ഈ വിശ്വാസികളായ ആളുകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد. അജയ്യനും സുത്തിരഹുമായ അല്ലാഹുവിനെ വിശ്വസിച്ചു എന്ന ഒരൊറ്റ കാരണമല്ലാതെ വേറൊരു തെറ്റും അവർ ചെയ്തിട്ടില്ല. ഞാൻ ഈ ആയത്തുകൾ ഓതിയത് വർത്തമാനകാല സാഹചര്യങ്ങളിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ അവരുടെ ഇസ്ലാമിനെ, അവരുടെ ഈമാനിനെ പരീക്ഷിക്കപ്പെടുന്നതിന്റെ ഓരോ അടയാളങ്ങൾ നമുക്ക് മുന്നിൽ ചരിത്രങ്ങളുടെ ആവർത്തനമായി വരുമ്പോൾ നമ്മുടെ ഈമാൻ എന്താണ്? പലപ്പോഴും നാം അവഗണിക്കുകയാണോ? ബാബരി മസ്ജിദ് മുതൽ മധുരയിലെ ഷാഹി മസ്ജിദ് മുതൽ യാൽവാഫി പള്ളി മുതൽ ഇന്നിങ്ങോട്ട് വന്ന് ഇപ്പോൾ യുപിയിലെ പള്ളി വരെ എത്തി നിൽക്കുന്ന പള്ളികളുടെ ചരിത്രങ്ങൾ
ഇസ്ലാമിന് മുസ്ലിമീങ്ങൾക്ക് വ്യതയുടെയും പ്രയാസത്തിന്റെയും പരീക്ഷണത്തിന്റെയും ആകുമ്പോൾ അവിടെ എന്റെ ഹൃദയത്തിൽ ആ പള്ളികളോടുള്ള സമീപനം എന്തായിരുന്നു എന്നെങ്കിലും ഒരു വിശ്വാസി ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഈ പള്ളികളുടെയൊക്കെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട ആയിരങ്ങൾ, കൊല്ലപ്പെട്ട ആയിരങ്ങൾ എന്റെ സഹോദരങ്ങളായിരുന്നു എന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടി ഒന്ന് കൈയുയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, വിശ്വാസത്തിന്റെ ഒരു തുരുമ്പെങ്കിലും, വിശ്വാസത്തിന്റെ ഒരു ലവലേശം അംശമെങ്കിലും എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലാണ് യുപിയിലെ പള്ളിയിൽ ഭരണാധികാരികൾ സർവേ നടത്താൻ വന്നപ്പോൾ സുബ്ഹി സമയത്ത് അതിനെ പ്രതിരോധിച്ചതിന്റെ പേരിൽ വെടിവെപ്പിൽ 6 മുസ്ലിമീങ്ങൾ കൊല്ലപ്പെടുന്നത് എങ്കിൽ, അവിടെയൊന്നും നമുക്ക് രാഷ്ട്രീയത്തിനപ്പുറം ഇസ്ലാമും മുസ്ലിമീങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ ബലായിട്ട് കാണാൻ, അള്ളാഹുവിന്റെ പരീക്ഷണമായി ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാൻ അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും, നമ്മുടെ സ്വർഗം നമുക്ക് നഷ്ടപ്പെടും എന്ന ഒരു ബോധ്യത്തിന് വേണ്ടിയാണ് ഈ സംഭവം ഞാൻ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന ഇളമൽ ജസാ, തീർച്ചയായും നിങ്ങളുടെ പ്രതിഫലത്തിന്റെ തൂക്കമുണ്ടല്ലോ, നിങ്ങളുടെ സൽക്കർമ്മങ്ങളുടെ വണ്ണമുണ്ടല്ലോ, അത് ലഭിക്കുന്നത് മാ ഇളമിൽ ബലാ, നിങ്ങളുടെ പരീക്ഷണങ്ങളുടെ വണ്ണമനുസരിച്ചാണ്, തൂക്കമനുസരിച്ചാണ്. നിങ്ങളെ ഈമാനിന്റെ വിഷയത്തിൽ, ഇസ്ലാമിന്റെ വിഷയത്തിൽ, അവിടെ നിലപാടുകളുടെ വിഷയത്തിൽ നിങ്ങൾ എത്ര പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ ആ പരീക്ഷണങ്ങൾക്ക് തത്തുല്യമായിട്ടാണ് നിങ്ങളുടെ പ്രതിഫലത്തിന്റെ വണ്ണം കൂടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമസ്കരിക്കാൻ പ്രയാസമില്ല എന്നല്ല നമ്മൾ പറയേണ്ടത്, പ്രയാസമുണ്ടാകുന്ന സമയത്ത് നമസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. ഏതാണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണം കേരളത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. മറ്റ് സംസ്ഥാനങ്ങളിൽ പള്ളിക്കുള്ളിൽ നമസ്കരിച്ച് പള്ളിയുടെ പുറത്തേക്ക് ഒരാൾ നമസ്കരിച്ചാൽ എപ്പോഴാണ് വെടിവരുന്നത് എന്ന് പേടിച്ചുകൊണ്ട് നമസ്കരിക്കേണ്ട അവസ്ഥയുണ്ട്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തലയിൽ തൊപ്പിയുണ്ടെങ്കിൽ, ഫർദയിട്ടിട്ടുണ്ടെങ്കിൽ രൂക്ഷമായ നോട്ടവും അടക്കി പിടിച്ചുള്ള കൊച്ചു വർത്തമാനങ്ങളും പരിഹാസങ്ങളും കേൾക്കേണ്ട സാഹചര്യങ്ങൾ കൂടി വരുന്നുണ്ട്. മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള തെറ്റായ അപശബ്ദങ്ങൾ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ അവഹേളിക്കാനുള്ള വാചകങ്ങൾ അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, പക്ഷേ പ്രതികരണങ്ങളോ അതിനെ സംബന്ധിച്ച ചിന്തകളോ നമുക്കില്ല. പരിശുദ്ധ ഖുർആൻ, നിങ്ങൾക്ക് മുമ്പ് ഗ്രന്ഥം നൽകപ്പെട്ട ജൂതന്മാരിൽ നിന്ന്, ക്രൈസ്തവരിൽ നിന്ന് നിങ്ങൾ കേൾക്കേണ്ടി വരും. വല്ലദീന അശ്റകൂ, അതുപോലെ തന്നെ മുശ്രിക്കുകളായ ആളുകളിൽ നിന്നും കേൾക്കേണ്ടി വരും. ധാരാളം ഉപദ്രവത്തിന്റെ വാക്കുകള്. അതെ, മുസ്ലിമീങ്ങള് ലവ് ജിഹാദിന്റെ ആളുകളാണ്, നാർക്കോട്ടിക് ജിഹാദിന്റെ ആളുകളാണ്, ലാൽ ജിഹാദിന്റെ ആളുകളാണ്, വഖഫിന്റെ തീവ്രവാദികളാണ്. ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആൻ. അങ്ങനെ കേൾക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്, ഈ പരീക്ഷണങ്ങൾക്ക് നടുവിൽ ആ സത്യത്തോടൊപ്പം നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ പ്രതിഫലങ്ങൾക്ക് വണ്ണം കൂടുന്നത്. ഇന്നല്ലാഹ അസ്സ വജല്ല, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ അഹബ്ബ അഹദുകും, നിങ്ങളിൽ ആരെയെങ്കിലും അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്തലാഹും, അവരെ അല്ലാഹു പരീക്ഷിക്കും.
അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോ എനിക്ക് പരീക്ഷണം വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുന്നിടത്ത്, അതിന്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നിടത്ത്, അതുമായി ബന്ധപ്പെട്ടുള്ള നീതിക്കും ശരിക്കും സത്യത്തിനും വേണ്ടി നിലപാടെടുക്കുമ്പോൾ എനിക്ക് പരീക്ഷണം വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, അള്ളാഹു എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം പരീക്ഷണങ്ങളായിരുന്നു. ജീവിതത്തിൽ ഏറെ പരീക്ഷിക്കപ്പെട്ട പ്രവാചകൻ മറ്റൊരു പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ ഉറ്റമിത്രം എന്നാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. ഖലീലുല്ലാഹ്, ധാരാളം പരീക്ഷണങ്ങൾ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആരെയെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അവരെ പരീക്ഷിക്കും. ആരെങ്കിലും ആ പ്രയാസങ്ങളെ പരീക്ഷണങ്ങളെ തൃപ്തിപ്പെട്ടാൽ ഫലഹുൽ റിള, അള്ളാഹുവിന്റെ തൃപ്തി ആ വ്യക്തിക്കുണ്ടാകും. വമൻ സഖിത, ആ പരീക്ഷണങ്ങൾ വരുമ്പോ അള്ളാഹുവിനോട് കോപമുണ്ടായാൽ, അള്ളാഹുവിനോട് ദേഷ്യമുണ്ടായാൽ, അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് മാറിയാൽ ഫഖദ് സഖത, അള്ളാഹു അവരോട് കോപിക്കും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ പരീക്ഷിക്കും എന്നാണ് പരിശുദ്ധ ഖുർആനിൽ ഞാൻ ഓതിയ ആയത്തിന്റെ തുടക്കം. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ. നിങ്ങളുടെ വിഭവങ്ങൾ, നിങ്ങളുടെ ആളുകൾ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങൾക്ക് വിശപ്പ്, പ്രയാസം, ഇതൊക്കെ നൽകിക്കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഇതൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ക്ഷമയോടുകൂടി, സ്ഥൈര്യത്തോടുകൂടി ആ സത്യത്തിന്റെ മേൽ, ആ ശരിയുടെ മേൽ ഉറച്ചു നിൽക്കുന്ന ക്ഷമാശീലന്മാർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചു. അവർ പറയും, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ, ഏതെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും. ഉലൈക അലൈഹിം സ്വലവാത്ത്, ആ കൂട്ടർക്കാണ് അള്ളാഹുവിന്റെ സുരക്ഷ ഉണ്ടാവുന്നത്, അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവുന്നത്, അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവുന്നത്. ഉലൈക അലൈഹിം സ്വലവാത്തും വറഹ്മ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. അപ്പോ രണ്ട് തരക്കാരെ നമുക്ക് ഈ വിശ്വാസികളുടെ കൂട്ടത്തിൽ കാണാം. ഒന്ന്, ഈ പ്രയാസങ്ങളെ അഡ്രസ് ചെയ്യുന്നവർ. അത് നമ്മളുടെ കൂട്ടത്തിൽ ഈമാനിന്റെ ഭാഗമായി, ഇസ്ലാമിന്റെ ഭാഗമായി ത്യാഗവും പരീക്ഷണവും ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ത്യാഗത്തെയും പരീക്ഷണത്തെയും ഏറ്റെടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം ഈ ത്യാഗവും പ്രയാസവും ഒന്നുമില്ലാതെ, ആ ത്യാഗവും പ്രയാസവും ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ഈമാന്റെ കുറവാണ്, നമ്മുടെ ഇസ്ലാമിന്റെ കുറവാണ്, നിസ്കാരം ഇല്ലാത്തത് കൊണ്ടാണ്, കള്ളുകൂടിയന്മാരായതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിച്ചിട്ട് അക്രമികളെ താൽക്കാലികമായി ഒന്ന് സുഖിപ്പിച്ചുള്ള വർത്തമാനങ്ങൾ, അതൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത്തരം ചരിത്രങ്ങളിലേക്ക് പോകുന്നില്ല. ഇനിയെങ്കിലും മുസ്ലിമീങ്ങള് ഇല്ല, ഇത് ഇസ്ലാമിന്റെ ഭാഗമാണ്. അള്ളാഹുവിന്റെ സഹായം ഈ മാർഗത്തിൽ ഉണ്ടാവും. ഒരിക്കലും മുസ്ലിം സമുദായത്തിന് വരുന്ന പ്രയാസങ്ങളെ അത് അഡ്രസ് ചെയ്യാതെ വിട്ടുപോകരുത്. അവിടെ പ്രാർത്ഥനയുടെ, പ്രവർത്തനത്തിന്റെ, പ്രതിഷേധത്തിന്റെ നാമ്പുകൾ എങ്കിലും മുളപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അവിടെയാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുന്നത്. മറിച്ച് ഞങ്ങൾ സുരക്ഷിതരാണ്, ഗുജറാത്തിൽ കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ ബോംബെയിൽ കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ സൂറത്തിൽ കൊല്ലപ്പെട്ടത്, അത് അവരുടെ ഗതികേടാണ്. ഒരു പണ്ഡിതൻ പ്രസംഗിച്ചു, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇന്നും ആ പ്രസംഗം യൂട്യൂബിലുള്ളപ്പോൾ ഖേദവും തേങ്ങലുമുണ്ട്. ഗുജറാത്തിലെ മുസ്ലിമീങ്ങള് നിസ്കരിക്കാത്തായത് കൊണ്ടാണ് RSS അവരെ കൊന്നുകളഞ്ഞത് എന്ന്. ഏത് രാഷ്ട്രീയത്തിന്റെ, ഏത് മതത്തിന്റെ, ഏത് ചിന്തയുടെ ഭാഗത്ത് നിന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ, നമസ്കരിക്കാത്ത ആളുകളൊക്കെ കൊല്ലാൻ
RSSകാരെ നിങ്ങൾ വന്നേക്കുക എന്നല്ല അതിന്റെ അർത്ഥം. നിസ്കരിക്കാത്ത ആളുകളെ നിസ്കരിപ്പിച്ച് ഈമാനില്ലാത്ത ആളുകൾക്ക് ഈമാൻ നൽകി അവരെ കൂട്ടത്തിൽ നിർത്തി ഈ ഉമ്മത്തിനെ സുരക്ഷിതമാക്കേണ്ടതിന് പകരം ബാബരി പള്ളി തകർത്തത് നിസ്കാരമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ പള്ളി തകർത്തത് അവിടുത്തെ മുസ്ലിമീങ്ങൾ കൊള്ളാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് താൽക്കാലികമായി സമാശ്വാസം കൊള്ളുന്നുണ്ടെങ്കിൽ ആ ഉമ്മത്തിനെ സഹായിക്കാൻ അല്ലാഹു തയ്യാറ് അല്ല എന്ന ബോധ്യം നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു ഭാഗത്ത് ഈമാനിന്റെ തുടുപ്പോടുകൂടി പ്രയാസങ്ങളെ ഏറ്റെടുത്തുകൊണ്ട്, ജയിലറകളും കൊലപാതകങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരു കൊച്ചു സമൂഹം ഉണ്ടെങ്കിൽ നാം അക്കൂട്ടത്തിൽ അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന കൊണ്ട്, അവർക്ക് വേണ്ടി ഒരു സംസാരം കൊണ്ട്, അവർക്ക് വേണ്ടി ഒരു പ്രവർത്തനം കൊണ്ട്, അവർക്ക് വേണ്ടി ഒരു പ്രതിഷേധം കൊണ്ട് ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കും അള്ളാഹുവിന്റെ വഴിയിൽ ചെറിയ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആ പരീക്ഷണങ്ങളിലൂടെ മാത്രമേ അള്ളാഹു നിങ്ങളെ സഹായിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ സഹായം വളരെ സമീപത്തമാണ്. അത് നേടിയെടുക്കുന്ന ഈമാനുള്ള, ക്ഷമയുള്ള, സ്ഥൈര്യമുള്ള ഉമ്മത്തായി മാറണമെന്നാണ് എനിക്ക് നിങ്ങളോട് ആഹ്വാനം ചെയ്യുവാനുള്ളത്, ഉപദേശിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما.